ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പച്ചപ്പുള്ള ഒരു ക്യാമ്പസ് ഒന്നും ഉണ്ടാവില്ലേ. നമ്മൾ ഈ റിസോർട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ആംബിയൻസിലാണ് ഇവരെ മെസ് ഹോളൊക്കെ വരുന്നത് കേട്ടോ. നമുക്കില്ലേ സാമ്പാറിൽ ഇങ്ങനെ പരിപ്പും ഇതൊന്നും ഉണ്ടാവില്ല. എങ്ങനെയുണ്ട് അവിയലൊക്കെ? നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. സ്കില്ലുണ്ടാക്കുന്നവർക്കാണ് മാർക്കുള്ളൂ. ക്യാമ്പസ് നോക്കിയിട്ടാണ് ഇവള് അഡ്മിഷൻ എടുത്തത് കേട്ടോ ഇവിടെ. അപ്പൊ ഇവരെല്ലാരും ഇംഗൽ ഹോസ്റ്റലിലേക്കുള്ള സ്റ്റുഡൻസ് ആണ് കേട്ടോ. നിങ്ങളിങ്ങനെ നടന്നു പോകാറാണോ? ഇന്ന് നമുക്ക് ഹോസ്റ്റലിൽ പോയിട്ട് ഫുഡ് എന്താണെന്ന് നോക്കാം. ഓ, നോമ്പാണോ? ഇവർക്ക് ഇന്ന് നോമ്പാണ്. നല്ല ചിക്കൻ ബിരിയാണി ആണ് ഇന്നിവിടെ രാത്രിയുടെ ഫുഡ് ആയിട്ടുള്ളത്. എല്ലാവരും സ്റ്റഡി ഹാളിൽ പഠിക്കുകയാണ്. നമുക്ക് അവരെ വെറുപ്പിക്കാതെ ഡിസ്റ്റർബ് ചെയ്യാതെ പോയിട്ട് സ്റ്റഡി ഹാളിൽ. ഹലോ എവ്രി വൺ, ഹായ്, ഐ എം അഫ്ര. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻറ്റ് ആട്ടോ. എജു പോർട്ടിലെ സൂപ്പർ മെൻറ്റർ കൂടിയാണ്. ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എജു പോർട്ടിലെ നീറ്റ് സ്റ്റുഡൻസിൻ്റെ ഒരു ഡെയിലി റുട്ടീൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയൊക്കെയാണ് ഇവർ ഡെയിലി പഠിക്കാൻ പോകുന്നത്, എത്ര സമയത്താണ് ഇവർ ക്യാമ്പസിൽ എത്തുന്നത്, എപ്പോഴാണ് അവരുടെ ബ്രേക്ക് എന്നൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇംഗൽ ക്യാമ്പസിലാണ് കേട്ടോ. ഇവിടെ ഓൾറെഡി നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് എല്ലാവരും രാവിലെ കറക്റ്റ് ടൈമിന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ ക്യാമ്പസിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാമ്പസിൽ പോയിട്ട് അവരെ വിശേഷങ്ങൾ അറിയാം, അവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് നോക്കാം, പിന്നെ അവിടുത്തെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് അവരോട് തന്നെ ചോദിച്ചറിയാമല്ലേ. നമുക്ക് നേരെ ക്യാമ്പസിലേക്ക് പോവാം. അവിടെ എത്തിയിട്ട് നമ്മൾ സ്റ്റുഡൻസിനോട് അവരുടെ റിവ്യൂ വയ്ക്കുന്നതായിരിക്കും. ഇതാണ് കേട്ടോ അപ്പോൾ എജു പോർട്ടിൻ്റെ നീറ്റ് റിപ്പീറ്റേഴ്സിനുള്ള ഇംഗൽ ക്യാമ്പസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ച് കാണാൻ പറ്റും. അതിന് ഓൾറെഡി എല്ലാവരും ക്ലാസ്സിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ആവുന്ന സമയത്തെ സ്റ്റുഡൻസിനോട് വിളിച്ചിട്ട് അവരുടെ റുട്ടീനൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. കണ്ടില്ല, ഓൾറെഡി ഫുള്ളി ഗ്രീനറി ഒക്കെ ഉള്ളൊരു ഏരിയ ആണ്. നല്ലൊരു എൻവയൺമെൻറ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ സ്റ്റുഡൻസിനൊക്കെ നന്നായിട്ട് ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആണ്. അവിടെയൊക്കെയാണ് മെസ്സൊക്കെ വരുന്നത്. പിന്നെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനത്തെ കുറച്ചൊരു ഗ്രീനറി ആൻഡ് നല്ലൊരു പഠിക്കാൻ പറ്റിയൊരു സ്റ്റഡി എൻവയൺമെൻറ്റ്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പം നീറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് കേട്ടോ. അതിനോട് നമുക്ക് ഇവിടുത്തെ റുട്ടീൻ എങ്ങനെയാണെന്ന് ചോദിക്കാം. രാവിലെ ഹോസ്റ്റലിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ ഇവിടുന്ന് കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിൽ വരുന്നവരെയുള്ള റുട്ടീൻ നമുക്ക് ഇവനോട് ചോദിക്കാം. അപ്പോൾ എങ്ങനെയാണ് രാവിലെ എഴുന്നേൽക്കുന്ന സമയമൊക്കെ എങ്ങനെയാണ്, എപ്പോഴാണ് പഠിക്കാറൊക്കെ? ഇവിടെ ലേറ്റ് നൈറ്റും ഉണ്ട്, ഏർലി മോർണിംഗ് ഉണ്ട്. ഞാൻ ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് 6 മണിയാകുമ്പോൾ എണീച്ച് 6:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. 6:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡിയായി 7:30 ആകുമ്പോൾ ക്യാമ്പസിലെത്തും. ക്യാമ്പസിലെത്തിയിട്ട് അറ്റൻഡൻസ് കാര്യങ്ങളെല്ലാം 7:45 ഉള്ളിൽ കഴിഞ്ഞ് സാറ് 7:45 ആകുമ്പോൾ എത്തി ക്ലാസ് തുടങ്ങി. ലഞ്ച് ബ്രേക്കിൻ്റെ ഉള്ളിൽ ഒരു 15 മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ട്. അത് 10 AM to 10 ബ്രേക്ക്. അത് കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്ക് വരുന്നത് 12:30ക്കാണ്. 12:30ക്ക് ലഞ്ച് ബ്രേക്ക് വന്നാൽ 45 മിനിറ്റ്സാണ് ലഞ്ച് ബ്രേക്ക് ഉണ്ടാകുന്നത്. പിന്നെ വൈകുന്നേരം വരെ 4:30 അല്ലെങ്കിൽ 3:30. അത് ഓരോ ദിവസവും ചേഞ്ച് ഉണ്ടാവും, സബ്ജക്റ്റ് അനുസരിച്ച് ചേഞ്ച്. ഓക്കെ. പിന്നെ ക്ലാസ് കഴിഞ്ഞാൽ 1 hour ഡൗട്ട് സെക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ടായി. അങ്ങനെയാണ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ പോകും. ഇപ്പൊ മെസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഹോസ്റ്റലിനുള്ള മെസ്സ് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് തരും, ബാക്കി ലഞ്ച് ഇവിടെ നിന്ന് കഴിക്കും അല്ലേ. പിന്നെ നിങ്ങൾ ഇതാണ് അവരുടെ സ്റ്റോർ ഇല്ലേ, നിങ്ങൾ രാവിലെ ചായ കുടിക്കുന്ന സ്ഥലമാണ്. 15 മിനിറ്റ്സ് ഇവിടുന്ന് ഇവിടെ എല്ലാം കിട്ടുന്നുണ്ടാവും. എല്ലാ ഫുഡും ഇവിടെ, സ്നാക്സും കാര്യങ്ങളും, ടീയും കോഫിയും. അപ്പൊ രാത്രി എത്ര മണി വരെ ലേറ്റ് നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്ന ആൾക്കാരൊക്കെ രാത്രി എത്ര മണി വരെ പഠിക്കാം? ലേറ്റ് നൈറ്റ് ആകുമ്പോൾ 12 മണി വരെ പഠിക്കും. മറ്റൊരു മോർണിംഗ് ആണെങ്കിൽ അവര് രാവിലെ 10:30ക്ക് ഉറങ്ങാൻ പോയിട്ട് രാവിലെ 5 മണിയാകുമ്പോൾ എണീച്ചു 5 മണിയായിട്ട് സ്റ്റഡി ഹാളിൽ കയറും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം അല്ലേ. ഈ ലേറ്റ് നൈറ്റ് പഠിക്കുമ്പോഴാണോ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുന്നത്? ചെറുപ്പം മുതൽ ഞാൻ ലേറ്റ് നൈറ്റ് അങ്ങനെ ശീലിച്ചിട്ട് ഇവിടെയും അങ്ങനെ ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് എനിക്ക് അങ്ങനെ ചൂസ് ചെയ്തു അല്ലേ. ഇപ്പൊ സംസാരിച്ച് തന്നെ 10 ആയിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് ക്ലാസ്സിനുള്ള സമയമായി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഷെയർ ചെയ്യുന്നതിന്. നമുക്ക് ഇവന്റെ ക്ലാസ്സിലേക്ക് തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് ലഞ്ച് ബ്രേക്കിന് വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഇവര് രണ്ടാമത്തെ ക്ലാസ്സും കഴിഞ്ഞിട്ടുള്ള ലഞ്ച് ബ്രേക്ക് ടൈം ആയിട്ടോ. ഇപ്പോൾ 12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഫുഡ് കഴിക്കാൻ പോകുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ പോകാം അല്ലേ. എങ്ങനെയുണ്ട് എജു പോർട്ടിലെ ഫുഡൊക്കെ? അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റ് ഫുഡാണ് അവർ തരുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ മെസ്സ് എവിടെ വരുന്നത്? അവിടെയാണ് മെസ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോൾ രാവിലെ എന്തായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നു? ഇഡ്ഡലിയും സാമ്പാറും. നല്ല ഫുഡായിരുന്നു. നല്ല ഫുഡായിരുന്നു. അല്ല, ഇങ്ങനെ സാധാരണ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പച്ചപ്പുള്ള ഒരു ക്യാമ്പസ് ഒന്നും ഉണ്ടാവില്ലേ. അവിടെ ഇരിക്കാനായാലും ഭയങ്കര അടിപൊളി. ഞാനൊക്കെ ഇങ്ങനെ ഒരു ബിൽഡിങ്, വെറും ആകാശം മാത്രം കാണാം, പോയാൽ വിമാനം കാണും. മാറി ഇല്ല, ഭയങ്കര വരുമ്പോ ഫുള്ള് അങ്ങനെ പഠിക്കേണ്ട ഒരു. നിങ്ങൾ ഈ ക്യാമ്പസ് കണ്ടിട്ടാണോ ഇവിടെ അഡ്മിഷൻ എടുത്തത്? ഓൾറെഡി ക്യാമ്പസ് വന്ന് ക്യാമ്പസ് വിസിറ്റ് നടത്തി. നമ്മൾ ഈ റിസോർട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ആംബിയൻസിലാണ് ഇവരെ മെസ് ഹോളൊക്കെ വരുന്നത് കേട്ടോ.
ഓക്കെ, ഇങ്ങനെ നമ്മളിങ്ങനെ നടന്നൊക്കെ പോയി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുക. ക്ലാസ്സിൻ്റെ ഇടയിൽ നമുക്കൊരു റിലാക്സേഷൻ പോലെ. ഇന്ന് ഞാൻ വരെ കൂടെ കേട്ടോ ഫുഡ് കഴിക്കാൻ പോണത്. ബാലൻസ്ഡ് ഡയറ്റ് ആക്കിയിട്ട് ഉച്ചയ്ക്ക് വെജിറ്റബിൾസ് ഒക്കെയാണ് കൊടുക്കുന്നത്, രാത്രി നോൺ വെജും ആയിരിക്കും. ഇന്നിപ്പോൾ ബീട്രൂട്ട് ഉപ്പേരി, അവിയൽ, സാമ്പാർ, ചോറ്, പപ്പടമൊക്കെയാണ് ഉള്ളത്. നമുക്ക് ഇവിടെ എല്ലാവരും കൂടെ ഇന്ന് ഫുഡ് കഴിക്കാം. സാധാരണ എല്ലാ ദിവസവും ഇങ്ങനെയാണോ സാമ്പാറും ചോറ് തന്നെയാണോ ഉച്ചയ്ക്ക്? അല്ല, നമുക്ക് വെള്ളിയാഴ്ച മന്തിയും ഞായറാഴ്ച ബിരിയാണിയും ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നോൺ വെജും കിട്ടാറുണ്ട് അല്ലേ? ഭയങ്കര ഹാപ്പിയാണ്, സുഖമാണ് തോന്നുന്നു. നമ്മുടെ മെഡിക്കൽ കോളേജിലെ ചോറും സാമ്പാറൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്റർ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ MBBS ജോയിൻ ചെയ്യാൻ പോകുന്നത്. അവിടെ വന്നിട്ട് ഫുഡൊക്കെ ശരിയാവുമെന്ന് അറിയില്ല. അത് നമുക്കില്ലേ സാമ്പാറിൽ ഇങ്ങനെ പരിപ്പും തോന്നും ഉണ്ടാവില്ല. ചില ദിവസം ഉച്ചയ്ക്ക് മീനുണ്ടാവും, മീൻ കറിയായി, പിന്നെ വെജും നോൺ വെജും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണോ? 2 ഓപ്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇന്നലെയൊക്കെ മക്രോണി, മുട്ട, പിന്നെ ഒരാൾക്ക് തന്നെ 2 ഓപ്ഷൻസ് ഇഷ്ടമുള്ളത് എടുക്കാം. പത്തിരി അങ്ങനെ ആയിട്ടുണ്ടാവും. പിന്നെ ഒന്നും പറ്റാത്തവർക്ക് ബ്രെഡും ജാമും എപ്പോഴും ഉണ്ടാവും. അവർ രാവിലെ ഒരു പട്ടിണി എടുക്കില്ല, എല്ലാവരും നല്ല ഫുഡ് വെച്ചിട്ട് വരാറില്ലേ? ക്ലാസ്സിക്ക് നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ വരും. ഇപ്പൊ കോഫി, ചായ അതൊക്കെ ഉണ്ടാവും. വൈകിട്ട് കോഫിന്റെ ഓപ്ഷൻ അധികം വൈകിട്ടാണ് ഉണ്ടാവുക. രാവിലെ ചായ ഉണ്ടാവും. എങ്ങനെയുണ്ട് അവിയലൊക്കെ? ഇന്നത്തെ അവിയൽ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഞാൻ വിചാരിച്ചു. നമുക്ക് ഇപ്പൊ ഞാൻ കുറെ കാലമായിട്ട് ഹോസ്റ്റലിൽ ഫുഡ് കഴിക്കുന്നതാണല്ലോ. അപ്പൊ ഞാൻ +1 മുതലേ ഹോസ്റ്റലായിരുന്നു. അങ്ങനെ ഞാൻ ഇപ്പം MBBS ജോയിൻ ചെയ്ത് നമ്മുടെ കോളേജ് ഹോസ്റ്റലൊക്കെ ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് കിട്ടുന്ന ഫുഡ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മളും കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഫുഡ് അടിപൊളി ഹോസ്റ്റലാകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഫുഡ് എല്ലാ സമയത്തും അടിപൊളി. അല്ല, ഫുഡാണ് നമ്മുടെ പ്രിപ്പറേഷൻ്റെ മെയിൻ കാര്യം. അതാണ് കാരണം നമുക്ക് ആകെ കിട്ടുന്ന ഒരു റിലാക്സേഷൻ എന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കുമ്പോഴാണ്. പിന്നെ നമ്മുടെ ഹെൽത്ത് അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ കറക്റ്റ് അത് നമ്മുടെ മെയിൻ ഒരു ഫാക്ടർ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ് എപ്പോഴാണ് തുടങ്ങുന്നത്? 1:30. രാവിലെ എന്തൊക്കെയായിരുന്നു ക്ലാസ്സിൻ്റെ ഇരുന്ന്? ഇന്ന് ഫിസിക്സ് ആയിരുന്നു. കുറെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത്. ഫിസിക്സ് ആണോ ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്ട്? ഫിസിക്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ കോപ്പപ്പ് ചെയ്യണെന്നിട്ട്? പ്രോബ്ലംസ് ചെയ്യുമായിരുന്നു, പഠിച്ചല്ലേ പറ്റൂ. അല്ലെ, പഠിച്ചാൽ പറ്റും. ഇപ്പൊ ബയോളജിക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റാ. ഫിസിക്സ് ഭയങ്കര വീക്കാണ്, അപ്പൊ ഇരുന്ന് പഠിക്കുന്നുണ്ട്. കെമിസ്ട്രി എപ്പോഴും മോഡറേറ്റ് ആയിരിക്കും. പക്ഷെ ഫിസിക്സിൽ ആരാണോ സ്കിൽ ഉണ്ടാക്കുന്നവർക്കാണ് മാർക്കുള്ളൂ. ഇപ്പം ഫിസിക്സിൽ നിങ്ങൾക്ക് എജുപോർട്ടിന്റെ മെറ്റീരിയൽ തന്നെയാണോ റെഫർ ചെയ്യുന്നത്? ഞാൻ മെറ്റീരിയൽ റെഫർ ചെയ്യുന്നത് എജുപോർട്ടിന്റെ മെറ്റീരിയൽ തന്നെ. അപ്പൊ അതിൽ ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഉണ്ട്. കുറവൊന്നുമില്ല. ഞാൻ അത് റിവിഷൻ ചെയ്യണം. ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീറ്റത് ഇങ്ങനെ ഡെയിലി വായിക്കുമ്പോഴേ ഇത് റെഡി ആവുള്ളൂ. ക്ലാസ് എല്ലാം അടിപൊളിയായിരിക്കും, അതിനനുസരിച്ചുള്ള റിസോഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളും കൂടെ വർക്ക് ഇടണം അല്ലേ? രാവിലെ എപ്പോഴും സ്റ്റഡി ഹാളിലേക്കൊക്കെ കയറല്? 5 മണിക്ക് വാർഡൻ വന്ന് വിളിക്കും. എന്നിട്ട് കുളിച്ച് സെറ്റായി 5:30 സ്റ്റഡി ഹാളിലേക്ക് പോകും. 6:30 വരെ. 6:30 ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 7:15 ബസ് വരും. അവിടുന്ന് നിങ്ങളുടെ ഹോസ്റ്റൽ എവിടെ? ഏത് ഹോസ്റ്റലാണ്? പെന്റ് ഹൗസ്. 7:15 7:30 ഇവിടെ എത്തും. 7:30 കറക്റ്റ് അറ്റൻഡൻസ് തുടങ്ങും. 7:45 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അടുത്ത ബ്രേക്ക് എപ്പോൾ വരുന്നത്? അടുത്ത ബ്രേക്ക് 9:45, 15 മിനിറ്റ്സ് ബ്രേക്ക് ആണ്. 10 മണിക്ക് വീണ്ടും ക്ലാസ്. അപ്പൊ നമ്മൾ ഇനി തിരിച്ച് ക്ലാസ്സിലേക്ക് കയറാൻ പോകാല്ലേ? ഈ ക്യാമ്പസ് ഉണ്ടല്ലോ, ഫസ്റ്റ് ടൈം ഞാൻ വന്ന സമയത്ത് ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനൊക്കെ ഒരു നീറ്റ് റിപ്പീറ്റർ ക്യാമ്പസ് കൊടുക്കുമെന്നുള്ളത്. പല ആൾക്കാരും ക്യാമ്പസ് ഉണ്ടാണല്ലോ എടുത്തത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞല്ലോ ക്യാമ്പസ് നോക്കിയിട്ടാണ് ഇവള് അഡ്മിഷൻ എടുത്തത് കേട്ടോ ഇവിടെ. ഇനിയിപ്പോൾ 1:30 ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് അടുത്ത ബ്രേക്ക് വരുന്നത് 3:30 അല്ലേ? അപ്പോൾ 3:30 നിങ്ങൾ എല്ലാവരെയും കാണാം. അതുവരെ നന്നായിട്ടിരുന്ന് പഠിക്കുക, ക്ലാസ് ശ്രദ്ധിക്കുക, ഉറങ്ങാതിരിക്കുക. ഓക്കെ. ഇപ്പം സമയം ഏകദേശം 3:45 ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ കഴിഞ്ഞല്ലേ? അത് കഴിഞ്ഞ് നേരെ ചായ കുടിക്കാൻ പോകണം. നമ്മൾ നേരത്തെ പോയ മെസ്സിൽ തന്നെയാണ് ചായ കുടിക്കാൻ പോകുന്നത്. നമുക്ക് ചായ കുടിക്കാൻ പോകും. അവിടെ എന്താ ഉള്ളത് നോക്കാം അല്ലേ? നിങ്ങളിപ്പോൾ JEE ബാച്ച്. ഓക്കെ. അപ്പം എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്യാമ്പസ്? എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ, ക്യാമ്പസ് എങ്ങനെയുണ്ട്? നല്ല ക്യാമ്പസാണ്, അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്കിപ്പം ഒരു ഉച്ചയ്ക്ക് ശേഷം ഇപ്പം എത്ര അവറായി ക്ലാസ്? നമുക്ക് 1.5 മണിക്കൂർ. ഇനി ഇത് കഴിഞ്ഞിട്ട് 5:15 വരെയുണ്ട്. നമുക്കിന്ന് 5:15 വരെയാണ് ഇന്ന് ക്ലാസ്സിൽ. ഓക്കെ. അത് കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്ക് പോകും. ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞിട്ടുള്ള പഠിത്തത്തിന് സമയം എങ്ങനെയാണ്? 7:30 തൊട്ട് 11 മണി വരെ. പിന്നെ ലേറ്റ് നൈറ്റിലുള്ളവർക്ക് 12 മണി വരെ പഠിക്കാം. ഓക്കെ. അങ്ങനെ ലേറ്റ് നൈറ്റ് എന്നുള്ള സ്ലോട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നീ ലേറ്റ് നൈറ്റ് ആണോ അതോ മോർണിംഗ് ആണോ? മോർണിംഗ് പേഴ്സൺ ആണ്. അപ്പൊ നീ അതൊക്കെ എങ്ങനെയാ? മോർണിംഗ് പേഴ്സൺ ആണോ? ലേറ്റ് നൈറ്റ്. അപ്പൊ 12:30 വരെ ഇരുന്ന് പഠിക്കും. 12 മണി വരെ. അതിനുശേഷം ഉറങ്ങാൻ പോകും. രാവിലെ എപ്പോഴും എണീക്കുന്നിട്ട്? 6 മണി. അപ്പൊ ബാക്കിയുള്ളവര് മോർണിംഗ് പേഴ്സൺ ആണോ? 5 മണിക്കൊക്കെ എണീക്കും.
ഓക്കെ, അപ്പോൾ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് എക്സ്ട്രാ എക്സ്റ്റൻഷൻ കിട്ടും. അതാണ് ഈ ലേറ്റ് നൈറ്റ് മോർണിംഗ് പേഴ്സൺ അല്ലേ. മോർണിംഗ് ആണോ ലേറ്റ് ആയിട്ട് പഠിക്കുമ്പോഴാണോ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നുള്ളതെന്ന് ഓരോ സ്റ്റുഡൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ഞാനും മോർണിംഗ് പേഴ്സൺ ആയിരുന്നു. എനിക്ക് രാവിലെ എണീറ്റ് പഠിച്ചാലാണ് കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് കയറാറ്. എല്ലാവരും വൈകുന്നേരം ഇങ്ങനെ ബ്രേക്ക് എടുത്ത് ചായ കുടിക്കുമ്പോൾ. അപ്പോൾ എത്ര മിനിറ്റ് സാധാരണ ഈ ബ്രേക്ക് ഉണ്ടാവാറ്? 5 മിനിറ്റ്. അതിനുശേഷം എല്ലാവരും ക്ലാസ്സിലേക്ക് തന്നെ കയറും. കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ടൈം ടേബിളാണ് ഞാൻ ഇവിടെ കാണുന്നത്. അങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമൊന്നുമില്ല. വൈകുന്നേരത്തെ ചായക്ക് എന്താ കടി ഉണ്ടാവാം? നമുക്ക് സമൂസ ഉണ്ടായിട്ടുണ്ട്, പഴംപൊരി ഉണ്ടായിട്ടുണ്ട്, ചിക്കൻ റോൾ ഉണ്ടായിരുന്നു. കോഫി ഓർ ടീ? ഇന്നത്തെ കടി ഇവിടെ കട്ട്ലറ്റ് ആട്ടോ. സാധാരണ ഇവർക്ക് സമൂസയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ, സമൂസ ചിക്കൻ റോളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ കട്ട്ലറ്റും. കോഫി ചായ? ചായ. അപ്പം ഇനി അടുത്ത ക്ലാസ് തുടങ്ങാൻ പോകല്ലേ? ഇനി എന്ത് സബ്ജക്റ്റ് ക്ലാസ്? ഫിസിക്സ്. ഇനി ഫിസിക്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ? ഇപ്പോൾ കുഴപ്പമില്ല, ആദ്യത്തെക്കാളും ബെറ്റർ ആണ്. ഇപ്പോൾ +2 കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ +2 കഴിഞ്ഞ് അഡ്മിഷൻസ് എടുത്ത ആൾക്കാരല്ലേ, +2 വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഡിഫറെൻറ്റ്? നല്ല ഡിഫറൻസ് ഉണ്ട്. മീൻസ് അവിടെ പഠിച്ച ബേസിക്സ് പോലെ അല്ലല്ലേ ഇവിടെ ശരിക്കും ഡീപ്പായിട്ട് ഓരോന്നുമായിട്ട് പഠിപ്പിക്കണം. അങ്ങനെ നമ്മൾ അത്ര ന്യൂമറിക്കൽസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ ക്ലാസ്സിലെടുത്ത ഫിസിക്സ് ഇപ്പോൾ ഒരു ക്ലാസ് എടുത്തെന്ന് വെച്ചാൽ തിയറി. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം? സ്റ്റഡി ഹോളിൽ പോയിട്ട് മെറ്റീരിയലിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്യും, പിന്നെ നിങ്ങൾ വീണ്ടും ചെയ്യും, പിന്നെ സ്റ്റഡി ഹാളിലൊക്കെ പോയിട്ട്. ഫിസിക്സ് എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കും. ഇനിയുള്ള ഫിസിക്സും മാത്സും ഒക്കെ ആയിരിക്കും ഡിറ്റർമിനിങ് ഇല്ല, റാങ്ക് ഡിറ്റർമിനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കണം. 3:45 ബ്രേക്കിന് എല്ലാവരും സ്റ്റുഡൻസും ചായയൊക്കെ കുടിക്കാൻ പോയിട്ട് തിരിച്ച് ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ മാത്രമേ അവർ പുറത്തിറങ്ങി ഹോസ്റ്റലിലേക്ക് പോവുള്ളൂ. അപ്പോൾ എല്ലാവരും ക്ലാസ്സിലാണ് ഉള്ളത്. ഇനി അത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് സ്റ്റുഡൻസിനെ കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് സ്റ്റുഡൻസ് എല്ലാവരും ഹോസ്റ്റലിലേക്ക് പോവാണ് കേട്ടോ. ഇവരെല്ലാവരും ഹോസ്റ്റലിൽ പോയിട്ട് പിന്നെ സ്റ്റഡി ഹാളിലേക്കും അതിനുശേഷം മെസ് ഹാളിൽ ഫുഡ് കഴിക്കാനൊക്കെ പോകുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ലേറ്റ് നൈറ്റ് ഷിഫ്റ്റുള്ള ആൾക്കാരൊക്കെ രാത്രി വരെ ഇരുന്ന് പഠിക്കും. ബാക്കിയുള്ളവരൊക്കെ ഒരു 10 ആകുമ്പോഴേക്കും ഉറങ്ങും. പിന്നെ വീണ്ടും മോർണിംഗ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാണ് വിത്ത് ന്യൂ ബിഗിനിങ്സ്. അതുപോലെ തന്നെ നമ്മൾ ഇവരെ കൂടെ ഹോസ്റ്റലിലേക്ക് പോകുന്നതായിരിക്കും. എന്നിട്ട് അവർ ഹോസ്റ്റലിൽ പോയിട്ട് എന്താണ് ചെയ്യുന്നത്, അവരുടെ സ്റ്റഡി റുട്ടീൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുന്നതായിരിക്കും കേട്ടോ. സമയം ഇവരോട് സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് ക്ലാസ്സസ് എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടാണ്, നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ അവർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ടൈം കൊടുക്കുന്നുണ്ട്. പ്ലസ് ഡൗട്ട് ക്ലിയറൻസ് കൂടെ ഉണ്ട് കേട്ടോ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഡൗട്ട് ക്ലിയറൻസ് നടത്തുന്നതും ആ ഡൗട്ട് ക്ലിയറൻസിൽ ഇവർക്ക് ഡൗട്ടിൽ എല്ലാ ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ഫാക്കൽറ്റീസ് ഇവിടെ നിൽക്കുന്നതും. അപ്പോൾ ഇവരെല്ലാവരും ഇംഗൽ ഹോസ്റ്റലിലേക്കുള്ള സ്റ്റുഡൻസ് ആണ് കേട്ടോ. നിങ്ങളിങ്ങനെ നടന്നു പോകാറാണോ? അതെ, ഇവിടെ അടുത്താണല്ലേ ഹോസ്റ്റൽ. അപ്പം ഇന്നത്തെ എങ്ങനെ ഉണ്ടായിരുന്നു? രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ടയർഡായോ? അപ്പോൾ നമ്മളിവിടെ ഇന്റഗ്രേറ്റഡ് ബാച്ച് സ്റ്റുഡൻസും ഉണ്ട്, ഇവിടെ റിപ്പീറ്റേഴ്സ് ബാച്ചും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതായിരുന്നു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു? ഫിസിക്സ്. രാവിലെ മുതൽ ഫിസിക്സ് ആയിരുന്നു. പ്രോബ്ലംസ് ഒക്കെ ചെയ്തു, സെറ്റായി. ഇനി ഹോസ്റ്റലിൽ പോയിട്ട് എന്താ ചെയ്യുക? ഹോസ്റ്റലിൽ പോയിട്ട് ഇന്നടുത്തൊക്കെ നോക്കും, പിന്നെ അതിനുശേഷം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. ഇന്നെന്താ ഫുഡ് മെസ്സിൽ? എന്താണ് ഫുഡ് അറിയോ? ഇന്ന് നമുക്ക് ഹോസ്റ്റലിൽ പോയിട്ട് ഫുഡ് എന്താണെന്ന് നോക്കാം. നോമ്പാണ്, ഇവർക്ക് ഇന്ന് നോമ്പാണ്. അപ്പം ഇന്ന് വൈകുന്നേരം പോയിട്ട് നമുക്ക് അവിടെ രാത്രി എന്താ ഫുഡ് നോക്കാം. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സ്റ്റുഡൻസ് എല്ലാവരും ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടാവും ഫ്രഷനൊക്കെ അയച്ച്. അപ്പോൾ നമുക്ക് അവരുടെ മെസ് ഹാളിൽ പോയി നോക്കാം. മെസ് ഹാളിൽ ഇങ്ങനെ സൗണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ബിരിയാണിയാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവരുടെ മെസ് ഹാളിൽ പോയിട്ട് നമുക്ക് കണ്ടുനോക്കാം. ഇന്നിവിടെ ഫുഡ് ബിരിയാണിയാണ് കേട്ടോ. നല്ല ചിക്കൻ ബിരിയാണിയാണ് ഇന്നിവിടെ രാത്രിത്തെ ഫുഡ് അയച്ചുള്ളത്. അപ്പോൾ സാധാരണ ഇങ്ങനെ മെനുവിൽ ഇങ്ങനെ മന്തി ബിരിയാണിയോ ഒക്കെ കൊടുക്കാറുണ്ട് ഒരു വീക്ക്. മെസ് ഹാളിൽ കുറേ സ്റ്റുഡൻസ് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തും കുറച്ച് സ്റ്റുഡൻസ് ഫുഡ് കഴിക്കുന്നുണ്ട്. നമുക്ക് ഇവരെ കൂടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ ഇവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് സ്റ്റഡി ഹാളിലേക്ക് കയറിയിട്ടുണ്ട്. എല്ലാവരും സ്റ്റഡി ഹാളിൽ ഇരുന്ന് പഠിക്കുകയാണ്. നമുക്ക് അവരെ വെറുപ്പിക്കാതെ ഡിസ്റ്റർബ് ചെയ്യാതെ പോയിട്ട് സ്റ്റഡി ഹാളിൽ. സ്റ്റുഡൻസ് എല്ലാവരും സ്റ്റഡി ഹാളിൽ ഇരുന്ന് പഠിക്കാം കേട്ടോ. അപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ 12 വരെ സ്റ്റഡി ഹാളിൽ ഇരുന്ന് പഠിക്കും. അല്ലാത്തവരാണെങ്കിൽ 10:30 ഒക്കെ ആകുമ്പോഴേക്ക് തന്നെ റൂമിൽ പോയി കിടന്നുറങ്ങുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഇവിടുത്തെ നീറ്റ് റിപ്പീറ്റഡ് സ്റ്റുഡൻസിൻ്റെ റുട്ടീന് കണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ ഞാൻ എല്ലാവരോടും ബായൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ് അവിടെ നിന്ന്. ഇനി നമുക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഇനി ഈ വീഡിയോ കാണുന്ന നീറ്റ് ആസ്പിറൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഇവരൊക്കെ ഇങ്ങനെയാണ് പഠിക്കുന്നത്. ഇനി ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ആലോചിക്കണം, ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഷെഡ്യൂളിലായിരിക്കും ഇവിടെ പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ.